ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബീഫ് കിഴി പൊറോട്ടയാണ് ട്രൈ ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. ഒരുപാട് നാളായി നമ്മളിതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇതുവരെ ആയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി. പറയുകയും വേണ്ട, അത്രയും ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബീഫ് കിഴി പൊറോട്ട പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു അടിപൊളി പൊറോട്ട പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊറോട്ട ആദ്യം റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് നമ്മൾ ആളിന് കണക്കായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1/2 കിലോ മൈദ ഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അത്ര ഉപ്പും 1 ടേബിൾ സ്പൂണിൻ്റെ അത്ര പഞ്ചസാരയും പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അത്ര സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. നല്ല പോലെ തന്നെ കുഴച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് ഒരു ലേശം മൈദപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മാവ് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ ഒന്നും കൂടിയും കുഴച്ചെടുക്കണം. ഇതാ ഈ രീതിക്ക് വേണം നമ്മൾ പൊറോട്ടയ്ക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം വലിച്ചിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു തുണി വെച്ചിട്ട് അടച്ച് വെക്കുക. തുണി ഒന്ന് നനച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ മാവ് നല്ല പോലെ തന്നെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് ഈ മാവ് എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ബോൾ പിടിക്കുക കേട്ടോ. ഇത് ഈ രീതിക്കാണ് നമ്മൾ പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കേണ്ടത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരേ സൈസിൻ്റെ ബോൾ വേണം നമ്മൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചപ്പാത്തിക്കല്ലിൽ നമ്മൾ ബോൾ പിടിക്കുന്നതിനേക്കാളും കുറച്ചൊരു വലിയ സൈസിലാക്കിയിട്ട് പൊറോട്ടയ്ക്ക് ബോൾ റെഡിയാക്കിയാൽ മതി. ഇതുപോലെ എല്ലാ ബോൾസും ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്കും ഒരു ലേശം കൂടിയും ഓയിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് വെച്ചിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് വീണ്ടും നമ്മളൊന്ന് അടച്ച് വെക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ തുണി ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തി വീശിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ ചപ്പാത്തിക്കെല്ലാം പരത്തൂലേ അതുപോലെ തന്നെ ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇതുപോലെ തന്നെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് വീശി കൊടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 2 തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വീശാൻ അറിയാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലേശം ഓയിലും അതുപോലെ തന്നെ ഒരു ലേശം മൈദപ്പൊടിയും കൂടിയും ഒന്ന് തൂവി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളിയായിട്ടുള്ള പൊറോട്ടൻ്റെ മാവ് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു ഫ്രൈ പാൻ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഈ മാവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചതിന് ശേഷം 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുക. സാധാരണ ചപ്പാത്തിയെല്ലാം ചുടുന്ന പോലെ തന്നെയാണ്. അതിനിടയിലായിട്ട് ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ഒരു ലേശം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 2 സൈഡും കളറൊക്കെ ഒന്ന് മാറി വന്ന് നമ്മുടെ പൊറോട്ട നല്ല പോലെ വെന്തെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ 2 പൊറോട്ട വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല പോലെ തന്നെ എതളായിട്ട് കിട്ടും. ഇതുപോലെ 2 പൊറോട്ട ഒരുമിച്ച് വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുണ്ടാകും, എന്നാലും പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള പൊറോട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വാഴയില എടുത്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ആദ്യം ഒരു പൊറോട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ലേശം ബീഫിൻ്റെ കറി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സവോള കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ബീഫിൻ്റെ കറി ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് BDFും കൂടിയും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു വാഴയിലയിൽ നമ്മൾ ആ പൊറോട്ട ഒന്ന് നല്ല പോലെ തന്നെ പൊതിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു BDFിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയുടെ റെസിപ്പി ഇല്ലേ, അത് ഞാൻ രണ്ടും ഇതിന് മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ പോയി നോക്കിയാൽ മതി. ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക്
1 ടേബിൾ സ്പൂൺ ഇത്ര ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ കീ പൊറോട്ട ഇല്ലേ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ല പോലെ തന്നെ ആവി കയറി കിട്ടണം. അതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നല്ലോണം നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണിത്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി അടുത്ത റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.